രണ്ട് വള്ളം പൊട്ടി കയറ്റിക്കൊണ്ട് അതിന് ഒരു നഷ്ടപരിഹാരം അവർ ആരും ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. ഒരു നഷ്ടപരിഹാരം ഒന്നുമില്ല. ഈ വീഡിയോ ആരും സ്ക്രോൾ ചെയ്ത് പോകരുത്. അധികാരികളുടെ മുമ്പ് എത്തുന്നത് വരെ ഇത് മാക്സിമം ഷെയർ ചെയ്യണം. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ്. ഞാനിന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം വിഴിഞ്ഞം തുറമുഖത്താണ്. നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ സ്ഥിരമായിട്ട് അനുഭവിക്കുന്ന ഒരു ദുരന്തം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് ഇതേപോലെ ഒരു കണ്ടെയ്നർ നമുക്കറിയാം കടലിൽ മറിഞ്ഞ് അതിൽ നിന്ന് കേനുകൾ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവർ മത്സ്യബന്ധനത്തിനായി പോകുമ്പോൾ കേനുകളിൽ തട്ടി ഇവിടെ ബോട്ടുകൾക്കും മറ്റും നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വേണ്ടുന്ന അധികാരികളൊന്നും ഇതിന് മുൻകൈയെടുത്തൊന്നും ചെയ്യുന്നില്ല. അത് മാക്സിമം ഇത് അധികാരികളുടെ മുമ്പ് ഈ വീഡിയോ എത്തി അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അവരെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്തു കൊടുക്കണമെന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. ഇവർ കടലിൽ പോയാൽ മാത്രമേ ഞങ്ങൾക്ക് നമ്മളെപ്പോലെയുള്ള സിറ്റിയിൽ താമസിക്കുന്നവർക്കും നാട്ടിൻ പ്രദേശത്ത് താമസിക്കുന്നവർക്കും ആഹാരം കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവരുടെ അന്നവുമാണ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടും കൂടിയാണ് അവർ കടലിലേക്ക് പോകുന്നത്. നമ്മൾ കൂടുതൽ കഴിയുന്നത് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉത്തരവാദിത്വം. അപ്പോൾ വേണ്ടപ്പെട്ട അധികാരികൾ ഇതിൽ മുൻകൈ എടുത്ത് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് അവർക്ക് കടലിൽ പോയി വരുന്നതിന് ഒരു തടസ്സം വരാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഇവരുടെ ബോട്ടുകൾ തന്നെ ഇപ്പോൾ അവർക്ക് പോയിട്ട് വന്നപ്പോൾ തന്നെ ഒരു 6 കേനുകളാണ് അവർക്ക് കിട്ടിയത്. അതായത് അവരുടെ മത്സ്യബന്ധനത്തിനായി പോയതാണ്. അപ്പോഴാണ് ഇവരുടെ ബോട്ടിൽ വന്ന് തട്ടുകയും അവരുടെ ബോട്ടിൻ്റെ പലകകൾ വരെ ഇളകിപ്പോയി. അതുകൊണ്ട് അവർ മത്സ്യം പിടുത്തം ഉപേക്ഷിച്ചിട്ട് ആ കേനുകളുമായിട്ട് തിരിച്ച് കരയ്ക്ക് വന്നു. ആ സമയത്താണ് നമ്മളവിടെ പോയത്. അങ്ങനെയാണ് ഞങ്ങൾ അവരെ കാണുകയും അവരുടെ വിഷമം ഞങ്ങളോട് പറയുകയും നമ്മൾ വീഡിയോ എടുക്കാനും ഉണ്ടായ ഒരു കാരണം അതാണ്. പിന്നെ നമ്മളും അവരോടൊപ്പം തന്നെ നമ്മളും കൂടി കേനുകളൊക്കെ കരയിലേക്ക് കൊണ്ടുവരാൻ ചെറുതായിട്ട് ഞങ്ങൾ സഹായിച്ചു കൊടുത്തു. ഒരുപാട് പോകും ഇടിച്ചിരുന്ന മൊത്തം പോട്ട് നമ്മളും താന്നു പോകും. നമ്മൾ കര വരാൻ പറ്റുമോ? പറ്റത്തില്ല. കടൽ പണിക്കാരൻ തന്നെ കര വരാൻ പറ്റത്തില്ല. ഇതിൽ ഇടിച്ച് നിന്ന് വള്ളം പൊട്ടി നിന്ന് നമ്മൾ കര വരാൻ പറ്റുമോ? വെള്ളം ഏറെല്ലാം താന്നു പോകും. നമ്മളെ മക്കളും കുട്ടിയും കൂടെ കിടന്ന് കരയും. എനിക്ക് 2 മക്കളും ഒരു കാര്യമുണ്ട്.